ഹലോ ഗൈസ്, അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിലൊരു സാധനം ഉണ്ടെന്ന് ഓർത്തത്. അപ്പോൾ നമുക്ക് പോയി എടുക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം. അത് നമ്മൾ കവറിൽ നിന്നൊക്കെ പുറത്തെടുത്ത് 2 ചിക്കൻ കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. ഇന്നാണ് എടുക്കാൻ തോന്നുന്നത്. അപ്പം ഐസൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്കത് ഐസ് കളയാനായിട്ട് വെള്ളത്തിലിടാം. കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. നമ്മൾ കുറച്ച് മുമ്പ് അത് ഇച്ചിരിയുടെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നു, അത് ശരിക്കും മുങ്ങി കിടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഐസെല്ലാം മാറി രണ്ടെണ്ണത്തിൻ്റെയും. നമുക്കതിന് മസാല ഇടണം. അല്ല, അതിന് മുമ്പ് നമ്മളത് വരഞ്ഞെടുക്കണം, മസാല അകത്ത് പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് മസാല ഇടാം. അപ്പോൾ ആദ്യമേ അത് കഴുകണം. പിന്നെ മണ്ടയ്ക്ക് എന്തൊക്കെയോ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. നമുക്കത് വരയാം. അങ്ങനെ നമ്മളെല്ലാം വരഞ്ഞൊക്കെ എടുത്തു. ഒരു ചിക്കൻ്റെ 2 വശത്തും 3 വരയായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അതിന് ആദ്യമേ ഒരു പാത്രത്തിൽ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് 3ഉം കൂടെ ഇടണം. പിന്നെ കുറച്ച് എണ്ണ. ആകപ്പാടെ അതിൻ്റെ ഒരു ശകലം എണ്ണ എങ്ങാണ്ടേ ഉള്ളൂ. തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം എന്താ ഈ പരുവായി. നമ്മൾ കുറച്ചെടുത്ത് 2ലോട്ടും കൂടെ തേച്ചു. ബാക്കിയുള്ള അതിൻ്റെ അകത്തിട്ടു. ഇനി നമുക്കത് 2ലൂടെ നല്ല രീതിയിൽ അതിൻ്റെ വരയുള്ളിടത്തൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ 2ഇടത്തിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റിന് വെക്കണം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് ഗ്യാസ് ഓണാക്കി അതിൻ്റെ അകത്തോട്ട് വേറെ ഒരു കുപ്പിയിൽ എണ്ണയുണ്ട്, അതൊഴിക്കുന്നു. അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചു. ഒത്തിരി ഒന്നും ഒഴിക്കാനുള്ളതില്ല, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചുള്ളൂ. അതിന് ശേഷം അത് തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്ത് എടുത്തിടും. അങ്ങനെ അടുത്തതും ഇതുണ്ടോ, ഇനി മറ്റേതിൻ്റെ അത്രയും ഷേപ്പില്ല, ഇതൊക്കെ അടിച്ച് പറിച്ച പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും അടുപ്പിക്കിട്ട് ഇനി തീ ശകലം കുറച്ചിട്ട് വേവിക്കാം, വറുത്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സൈഡ് വെന്തു. നമ്മൾ മറിച്ചിട്ടതിന് ശേഷമുള്ള ഇതാണ് ഞങ്ങൾ കാണുന്നത്. ഒരെണ്ണം മറിച്ചിട്ടപ്പോൾ അതിൻ്റെ തൊലി, അതിൻ്റെ മണ്ടയ്ക്കത്തെ വറുത്ത ആ മൊരിവരിപ്പുള്ള ഭാഗം പോയി. ഇപ്പോൾ രണ്ടും മൊരിഞ്ഞ് നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. എടുത്തപ്പോൾ കൈ പൊള്ളുന്നതുകൊണ്ട്, കൈ എണ്ണ തട്ടി പൊള്ളി, അതുകൊണ്ടാണ് ഷെയ്ക്ക് വന്നത്. അങ്ങനെ നമ്മൾ രണ്ടും എടുത്തു. ഒരു വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് അത് അടിപൊളിയായിരുന്നു. കാണുമ്പോൾ വലിയ ലുക്കൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ, ബായ്.